നെജിത്ത് അന്ന് സ്റ്റിച്ച് ചെയ്ത ഞാൻ മെറ്റീരിയൽ എടുത്ത് കൊടുത്തില്ല, ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നും ഫുള്ള് ചെയ്തിട്ടില്ല കേട്ടോ, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, അതുപോലെ ബ്ലഷും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ബാക്കി കോഴിക്കോട് എത്താൻ അത്യാവശ്യം ടൈം ഉണ്ടല്ലോ. പോയി നോക്കട്ടെ, ബിസിനസ് പാർക്കിലാണ്. ഇവിടെ ആരൊക്കെ വന്നത് എന്താ ഒന്നും അറിയില്ല, ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ. കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ്. അപ്പൊ അതിൽ നോറെ നമ്മളിങ്ങനെ ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗേ ഞാൻ മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഞാൻ സിയ അവാർഡ്സിന് ഈ ഒരു അവാർഡ് ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രളയവും കാര്യങ്ങളും വയനാട്ടിലത്തെ അതും ഒക്കെ കൂടി ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്നും കാണാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല, എഡിറ്റ് ചെയ്യാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും ഞാൻ ആ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അന്ന് എടുത്തതല്ല. അപ്പോൾ അന്ന് നമ്മളവിടെ പോയപ്പം എനിക്ക് കുറേ ഇഷ്ടമുള്ള, എനിക്ക് ലാല കുഞ്ഞപ്പൂ അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോമഡി എല്ലാവരും കാണലുണ്ടാവും ലാലൻ്റെ ഒക്കെ കോമഡി. അപ്പോൾ അന്ന് കുഞ്ഞാപ്പൂനൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞാപ്പൂ അല്ലാണ്ട് പിന്നെ നസീർ ഷിക്കു എന്നാണല്ലോ. അപ്പം അവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷം ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതെന്താ അറിയോ, ഇത് നമ്മൾ നെജിത്ത് അന്ന് സ്റ്റിച്ച് ചെയ്ത ഞാൻ മെറ്റീരിയൽ എടുത്ത് കൊടുത്തില്ല, ഇങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പരാഗിന്ന് എടുത്താണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, അപ്പോൾ ഞാൻ കൂടി കാണിച്ചതാ വിചാരിച്ചതാ. ഈ ഒരു മെറ്റീരിയൽ ഇത് പരാഗിന്ന് എടുത്ത മെറ്റീരിയലാണ് കേട്ടോ. അതിൽ ഇങ്ങനൊരു സ്വീക്കൻസ് ഒക്കെ പോകുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. മീറ്ററിന് എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല, 100 സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നെജിത്ത് ഇങ്ങനെ ഒരു ഫ്രോക്ക് അടിച്ചു തന്നിരിക്കുകയാണ്. ഇൻഷാല്ലാ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇടുമ്പോൾ കാണിച്ചു തരണം കേട്ടോ. ഇങ്ങനത്തെ സ്ലീവാണ് ഇതിന്, ഇങ്ങനെ കുറച്ച് ചെറിയ നെക്കുള്ള. ഇത് ഹൈനെക്കാണോ? ഹൈനെക്കാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഇങ്ങനെ ഫുള്ളുള്ളൊരു ഗൗൺ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഇതുപോലത്തെ ഒരു റെഡും ഉണ്ട്, റെഡിൻ്റെ ടോപ്പ് അപ്പുറത്താണ്. അതുകൊണ്ടുള്ള ചെറിയ ടോപ്പ് അടിച്ചെന്നാണ് കേട്ടോ. അവിടുത്തെ ഇങ്ങനെ സ്കേർട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഇതുപോലത്തെ ഫ്രോക്കും അടിച്ചിട്ടുണ്ട്. ഈ തുണി നല്ല രസമുണ്ട്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അവിടെ, പലതരം ഈ ഒരു ടൈപ്പിലുള്ള. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഇതൊക്കെ രജിത സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയും സ്റ്റിച്ച് ചെയ്യാനുണ്ട്, ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഡ്രസ്സുകളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പിന്നെ അതൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സന്തോഷ വർത്താനം ഷെയർ ചെയ്യാനുണ്ട്, ഒരു സന്തോഷമുള്ള കാര്യം പറയാനുണ്ടെന്ന്. അപ്പോൾ അതൊന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് എടുത്തു വെച്ച വീഡിയോ അല്ലേ, പിന്നെ ജസ്റ്റ് ഈ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോണത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മളെ സന്തോഷമുള്ള ആ ഒരു വീഡിയോ ആയിരിക്കും അതിൻ്റെ നെക്സ്റ്റ് വരുന്നത് കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ വരാണ്ട്, കുറേ അടിപൊളി വീഡിയോസൊക്കെ വരാണ്ട്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല കിടിലൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഈവനിങ്ങിലാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പം ഈവനിങ് ഇന്ന് നല്ല മഴയുണ്ട്, കുറേ ദിവസമായി മഴ പെയ്തിട്ട്. അതുപോലെ ഈ മഗ്‌രിബ് നേരത്താണ് കുട്ടികൾക്ക് ഓൺലൈൻ മദ്രസ ഉള്ളത്. അസൂട്ടിൻ്റെ അവിടെ ഓൺലൈൻ മദ്രസയിലാണ്. മക്കളുടെ ഓൺലൈൻ മദ്രസയെ പറ്റി ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ് അസൂട്ടിനാണെങ്കിലും ഇസൂട്ടിനാണെങ്കിലും ഫോംസ് അക്കാദമിയുടെ ഓൺലൈൻ മദ്രസയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഫസ്റ്റ് പ്രാവശ്യം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേർത്തതാണ്. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് ഭയങ്കര കംഫർട്ടാണ്. അതായത് ഓതാനാണെങ്കിലും ബാക്കി മദ്രസ പഠിപ്പിക്കുന്ന എല്ലാം ഇവർ വീട്ടിലിരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും പറ്റുന്നുണ്ട്. ടീച്ചറും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി, ഇക്കാടെ വീട്ടിൽ പോകുമ്പോൾ മദ്രസ ലീവാകും, അങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഓൺലൈനായിട്ട് കുട്ടികളെ ചേർത്താന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയി, നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു, കുട്ടികൾക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നോക്ക്. ഇന്ന് കുറേ ഡെസ്റ്റിനേഷൻ നല്ല മഴയുണ്ട് കേട്ടോ. അപ്പം വാപ്പ അവിടെ നല്ല അടിപൊളി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ എയർ ഫ്രയറിൽ. ഇന്ന് നമുക്ക് ഡിന്നറിന് ചിക്കൻ ഷവായാണ് കേട്ടോ. ഫുൾ ചിക്കൻ ഇങ്ങനെ ചുട്ടെടുക്കില്ല അങ്ങനെ. ഈ അഗാറോ എയർ ഫ്രയറും ഞാൻ മുന്നേ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലെങ്ങനെയൊക്കെയാണ് റെസിപ്പി കുക്ക് ചെയ്യുന്നതൊക്കെ. കാരണം ഇതിൽ ഒരുപാട് തരം എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഫുഡുകൾ നമുക്കത് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പോലത്തെ ഫുഡൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, അതും ഓയിൽ ഫ്രീ ആയിട്ട്. ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിലും പിസ്സ ആണെങ്കിലും കേക്ക് ആണെങ്കിലും അതുപോലെ ഇതാ ചിക്കൻ ഷവായ, ഇതുപോലെ ചിക്കൻ ടിക്ക ഉണ്ടാക്കാം. ഇതിനൊക്കെയുള്ള എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് സമൂസയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർ വാങ്ങിച്ചോക്ക്. എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾ കാലിക്കറ്റ് ഞങ്ങൾ അവാർഡ് ഫംഗ്ഷന് പോയ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരൂ. ഓക്കെ, ഈ കഴിഞ്ഞ ജൂലൈ 27-നാണ് കേട്ടോ സിയ അവാർഡ്സ് ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പം ഞാനും ഉണ്ണിമോനും ഷെഫ് കുട്ടനുമാണ് പോണത് കേട്ടോ. ഷെഫ് കുട്ടനെ ഞങ്ങൾ വഴിയിൽ നിന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ മേക്കപ്പ് ഒന്നും ഫുള്ള് ചെയ്തിട്ടില്ല കേട്ടോ, ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ല, അതുപോലെ ബ്ലഷും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ബാക്കി കോഴിക്കോട് എത്താൻ അത്യാവശ്യം ടൈം ഉണ്ടല്ലോ. അപ്പോൾ വഴിയിൽ നിന്ന് ഇടാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെ ഒരുമാതിരി രൂപത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്, ലിപ് ബാമൊക്കെ ഇട്ടിരിക്കുകയാണ്. അപ്പോഴേ
ഷെഫ്കുട്ടിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്, ഇവിടെ കുന്നപ്പള്ളി ഭാഗത്താണ്. അപ്പൊ അവനെ വിളിക്കാൻ വേണ്ടി പോയതാണ് അനിയൻ. ഞാൻ അണ്ണനും തമ്പിന്നാണ് പറയാറ് ഉണ്ണിമോനെ. അപ്പൊ അണ്ണനെയും കാണാനില്ല, തമ്പിനെയും കാണാനില്ല. ഞാൻ ഈ വണ്ടിയിൽ ഇവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുക. 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് 11 മണിക്കെങ്കിലും എത്തണ്ടേ. എന്താവുന്നൊന്നും അറിയില്ല കേട്ടോ. കുരങ്ങന്മാരെ കാണാനില്ലേ. ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പൊ ഉറങ്ങിപ്പോയി. ഞാൻ ഉറക്കമപ്പിൽ എനിക്കാണെങ്കിൽ ചുമച്ചിട്ട് ഉള്ള ഗുളികയൊക്കെ കുടിച്ചിട്ടാണ് ഞാനിരിക്കുന്നത്. എന്താവും എന്തോ പരിപാടിക്ക് വന്നവരൊക്കെ പരിപാടി കഴിഞ്ഞ് ഓരോ പാട് നോക്കി പോവുക, അവാർഡും കൊണ്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് പേരെ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരുന്നാണ്. കുരങ്ങന്മാരിങ്ങനെ തന്നെ മണ്ടന്മാർ ലണ്ടനിൽ പറഞ്ഞ പോലെ ഞാൻ ഓല കൂടെയാണല്ലോ ഇറങ്ങി പുറപ്പെട്ട്. ഇപ്പൊ നന്നായി. അണ്ണനും തമ്മിൽ രണ്ടാമത് ബ്ലാക്ക് ആൻഡ് വൈറ്റാ നന്നായിട്ടുണ്ട്. 10 മണിക്ക് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ 12:30 മണിയായിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേന് ഒരുപാട് ടൈം വൈകിട്ടുണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് ഫാഷൻ അൺബോക്സർ അവാർഡാണ് കേട്ടോ, ഇൻസ്റ്റഗ്രാം ബേസ് ചെയ്തിട്ടുള്ള അവാർഡാണ്. അപ്പം എന്തായാലും അതൊരു സന്തോഷമല്ലേ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുമ്പോൾ. ഞങ്ങളിതാ ഹൈലൈറ്റ് മോളിലെത്തി. അതിന്ന് വാഷ്റൂമിൽ വന്നാണ് കേട്ടോ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ പോയി നോക്കട്ടെ. ബിസിനസ് പാർക്കിലാണ്. ഇവിടെ ആരൊക്കെ വന്നു എന്താ ഒന്നും അറിയില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ എന്തായാലും. ഒരുപാട് പേരൊക്കെ വരുന്ന ഫംഗ്ഷനാണ് കേട്ടോ. നമ്മുടെ ബോച്ചെ, റോബിൻ രാധാകൃഷ്ണൻ, അഭിഷാദ് ഗുരുവായൂർ, ഹനാൻ ഷാ, ഷെറിൻ ജബ്ബാർ, ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരെ കാണാനും സംസാരിക്കാനും പറ്റി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രൊമോഷന്റെ ആവശ്യമൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ എനിക്കത് എടുക്കാതിരിക്കാൻ പറ്റില്ല. വീഡിയോ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടാണ്. അപ്പൊ എന്റെ വീട്ടിലത്തെ എല്ലാവർക്കും അറിയാം ഇത് ഷെയർ ചെയ്താണ് എന്റെ മെയിൻ പരിപാടി. പൊതുവെ കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇവന് കോമഡി മാത്രമല്ല, ഇവന്റെ ഏത് വീഡിയോ എടുത്താലും അഭിനയം ഭയങ്കര രസമാണ്. ഇപ്പം നമുക്കിങ്ങനെ കോമഡി ചെയ്യുന്ന ആൾക്ക് ഈ പാട്ടൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്കിത് ചിരി വരും, സ്യൂട്ടാണോ വിചാരിക്കും. പക്ഷെ ഈ പാട്ട് പാടിയിരുന്ന വീഡിയോ അപ്പൊ അവന്റെ എക്സ്പ്രഷൻ കംപ്ലീറ്റ്ലി അതെ. എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്. അടിപൊളിയാണ്. ഞാൻ ബെസ്റ്റ് ആക്ടർ തന്നെ എപ്പോഴും ഞാൻ കമന്റ് ഇടാറുണ്ട് അവന്റെ വീഡിയോ. നമ്മുടെ ബോച്ചയാണ് കേട്ടോ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തത്. സിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷൻ അവാർഡ്സ് ആണ് കേട്ടോ. ഇത് കാലിക്കറ്റ് ഹൈലൈറ്റ് മോളിൽ വെച്ചിട്ടാണ് അന്ന് ഉണ്ടായിരുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഇത് അഭിഷാദ് ഗുരുവായൂർ ഉണ്ടായിരുന്നു. നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇതിന് തിരക്കായിപ്പോയി. ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയിട്ടല്ലേ എത്തിയത്. പിന്നെ നമ്മളുടെ ഇവരുണ്ടായിരുന്നു കേട്ടോ, അവരെ വൈഫ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ദാസൻ കോഴിക്കോട് ലാല ഉണ്ടായിരുന്നു. ലാലയൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല, ഇങ്ങനെ കണ്ടുള്ളൂ, സംസാരിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളുടെ മസ്താനി ഉണ്ടായിരുന്നു. പിന്നെ ഹനാൻഷ ഉണ്ടായിരുന്നു. ഹനാൻഷനെ കണ്ട് സംസാരിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതും പറ്റിയില്ല. ഹനാൻഷയുടെ അടിപൊളി പാട്ട് കേട്ടോ. പൂത്ത ചില്ലകൾ കുടയുകയായി തിരമാലകൾക്കും ചിന്തകളിൽ മഞ്ഞുതുള്ളികളായി പ്രണയമേ പ്രണയമേ മുഹബത്തിനലകളുയരുകയായി ഹൃദയവും ഹൃദയവും ഇരമുഖ പരവകായി പ്രണയമേ മരഹബ ചുരയോക്കിലുകളാൽ മിഴികളും മൊഴികളും പതിയെ അലിയുകയായി. എന്താ പറയാ, എനിക്ക് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്നുള്ളത് ചെറുപ്പം തൊട്ട് സിനിമയിലൊക്കെ കാണുമ്പോൾ ആഗ്രഹം വോയിസ് എടുക്കാം. ചിത്രത്താല് എന്നെ ശരിക്കും ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പന്തികളുണ്ടോ ഒന്ന് നോക്കിക്കേ. ജ്യൂസ് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലേ കുറച്ച് സമയം എടുക്കും. അപ്പം ഞങ്ങളിവിടെ പെട്ടെന്ന്
അപ്പോൾ തൽക്കാലം ഇവിടുന്ന് ഒരു ജ്യൂസ്, അവിടെ ഫുഡൊക്കെ ഇട്ടിട്ട് അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇന്ന് ഒട്ടും മഴ ഇല്ലാത്ത ദിവസം അതുകൊണ്ട് നല്ല ചൂട്. അപ്പോൾ ആ ചൂടത്ത് നിന്നിട്ട് പുറത്തേക്ക് വരട്ടിച്ചിട്ട് ഞങ്ങളൊന്ന് വണ്ടി എടുത്ത് പുറത്ത് വന്ന് കഴിഞ്ഞിട്ട് ബ്രേക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുള്ള തുടങ്ങാം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ജ്യൂസും ചായ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒരു ജ്യൂസും എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകണം. അതാണ് പരിപാടി. ചായ ഞാൻ ചായയാണ് കേട്ടോ ഗൈസ് മേടിച്ചത്. കാരണം എനിക്ക് നല്ല ചുമ, ജ്യൂസ് കുടിക്കാൻ വയ്യ. ഈ നട്ടുച്ചക്ക് ഏത് പൊട്ടണ നേരത്തെ ചായ കുടിക്കാൻ നട്ടുച്ചക്ക് ചൂട് ചായ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ വേണ്ടേ. പിന്നെ എന്തൊക്കെയാ ചിക്കൻ റോൾ. അങ്ങനെ ചായയും സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വെന്യൂൽ തന്നെ പോയി. അവിടെ ടിക്ടോക്ക് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ, അവരൊരു സെക്ഷൻ ഉണ്ടായിരുന്നേ. അപ്പൊ നമ്മുടെ നോറെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഭയങ്കര സന്തോഷമായി. ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് ഇപ്പൊ അടുത്തെത്തുമ്പോൾ മൂപ്പര് ഫുള്ളുമാവുമെന്ന് വിചാരിച്ചു. അപ്പൊ നോറെ കണ്ടതിൽ ഭയങ്കര സന്തോഷവും. എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ്. അപ്പൊ അതിൽ നോറെ നമ്മളിങ്ങനെ ഒരു 3 മാസത്തോളം ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോഴേ ആളെ കാണുമ്പോൾ നമുക്ക് സ്വന്തം ആരെയോ കണ്ട പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര ഹാപ്പി കണ്ടു. കാത്തിരുന്നാലും കാര്യമുണ്ട്. അത്യാവശ്യം കട്ടികളൊക്കെ തോക്കണ്ടത്. ഒന്നെങ്കിലും പൊട്ടിച്ചിട്ടുള്ള ഈ കാണിച്ചു തരാം കേട്ടോ ഞാൻ കണ്ടില്ല, ഞാൻ കാണട്ടെ. ഞങ്ങൾ ഷെഫ് കുട്ടനെ മുന്നേ എത്രമാത്രം നോക്കണം. വരൂടാ സോറി, വലിയ പബ്ജി വീരനാ. ഓഹോ, ഇവിടെ ഇറക്കിയിട്ടുണ്ടാവും. ഗണ്ണാണല്ലോ വെട്ടിപ്പൊക്കും. ഇങ്ങനെ അല്ല സാധാരണ ആരും എടുത്തില്ല വീഡിയോ. കുറച്ച് 2 മാറി വീഡിയോ വെക്കണ്ട. വീട്ടിൽ പോയിക്കോളി. അതെ, ആ ബർഗർ ചെന്നാലുള്ള ഉന്നം കിട്ടാം. ഞാൻ ബർഗർ കഴിക്കാം. ചാടിയോ? അതിനെന്തെങ്കിലും പൈസ കിട്ടോ? 5 വീട്ടിൽ പോക്കാം. ബർഗർ കഴിക്കാം. ഓക്കെ. ആയി വാ, കളിക്കുക. പബ്ജി കളിച്ച കാര്യമായിരുന്നു. അവിടെ എന്തെങ്കിലും നടന്നോ? ചെറുക്കൻ ബോള് തട്ടിയിട്ടോ. വീണ്ടും പിന്നെ ഫ്രൂട്ട് നിഞ്ച കളിക്കുന്ന സാരില്ല. നമുക്ക് ബർഗർ കഴിക്കടാ. റെഡ് എന്ന് പറഞ്ഞ റെഡ് പബ്ജി വീരൻ ഷെഫ്കുട്ടൻ. എന്താണ് ചാർമിനാർ ഹൈദരാബാദി ബിരിയാണി ആൻഡ് ഇന്ത്യൻ കബാബ്സ് ഒക്കെയാണ് കേട്ടോ. ഇവിടുന്ന് എന്തൊക്കെയോ കോംബോകളൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് നമ്മളെ. ഇതൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിങ്ങനെ മിക്സ് ആക്കിയിട്ട് എന്തെങ്കിലും എടുക്കാം അല്ലേ നമുക്ക് ഇതുപോലെയൊക്കെ. നമുക്ക് ലാംഗ്വേജ് ആവശ്യമില്ല. അടുത്ത ഒരു ഇത് കൂടി ഉണ്ടതേ. ഇതൊക്കെ കഴിച്ച് കല്യാണക്കൊരു കാണിച്ചു കൊടുത്ത് പോയാൽ മതി. ഇതാ ഷവർമയും ചിക്കനും കബാബും എന്തൊക്കെ ഉണ്ട്, ബർഗറും.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എല്ലാം കഴിഞ്ഞ് പോന്നപ്പോഴത്തേനും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് തന്നെ കുട്ടീൻ്റെ സ്കൂളിൽ ഇസൂട്ടിൻ്റെ സെൻറ്റ് പോൾസിൽ സ്പോർട്സ് ആയിരുന്നു. ആൾക്ക് എന്തായാലും ഫസ്റ്റൊക്കെ കിട്ടി. ആ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ കോഴിക്കോട് പോയിട്ടുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനി അടിപൊളി വിശേഷങ്ങളൊക്കെ വരാനുണ്ട്, അടിപൊളി വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സന്തോഷ വർത്തമാനമുള്ള വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.